നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 8 ആണ്. നാളെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസമാണ്. അതായത് നമ്മുടെ മഹത്തായ സമ്മതിദാനാവകാശം നമ്മൾ വിനിയോഗിക്കുന്ന ദിവസം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇപ്രാവശ്യം നമ്മൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഈ മുന്നണികളെ ഒന്ന് വിലയിരുത്താം. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് LDF വിലയിരുത്താം. ഇപ്പോൾ LDF 2016 അധികാരത്തിൽ വരുമ്പോൾ 600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ 2000 ആക്കിയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ആരും ശ്രദ്ധിക്കാൻ പോലും ഇല്ലാതെ കിടന്ന ഒരു വിഭാഗം, ആ പാവങ്ങളെ കൈപിടിച്ചുയർത്താൻ LDF തയ്യാറായി. വളരെ നല്ല കാര്യം. ആ 2000 പെൻഷനായിട്ടുണ്ട്. ഇവരുടെ പുതിയ പ്രകടന പത്രികയിൽ അത് 3000 ആക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം, അതിൽ തർക്കമില്ല. പിന്നെ ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞ വീട്ടമ്മമാർക്ക് 1000 രൂപ വീതം പെൻഷൻ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് നല്ല കാര്യമാണ്. കാരണം മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം. യുവാക്കൾക്ക് കണക്ട് വർക്ക് എന്ന ഒരു സ്കീമിലൂടെ 1000 രൂപ വീതം നൽകാമെന്ന് പറയുന്നു. നല്ല കാര്യം. അതും LDF ഒരു നല്ല കാര്യം തന്നെയാണ്. അവർ പറയുന്നത് പോലെ തന്നെ റേഷൻ മുടങ്ങാത്ത 10 വർഷങ്ങൾ, അതും വളരെ കറക്റ്റാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ തന്നെ സംഭരിക്കുന്ന നല്ല നെല്ല് സംഭരിച്ച് കുത്തരിയായിട്ട് നമുക്ക് റേഷൻ കട വഴി കിട്ടുന്നുണ്ട്. അതും നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 10 വർഷമായിട്ട് പവർ കട്ടില്ല. ശരിയാണ്. നേരത്തെ 2016 മുന്നേ അന്നിവിടെ പവർ കട്ട് ഉണ്ടായിരുന്നു. ആ പവർ കട്ട് ഇല്ലാതായതിൻ്റെ കാരണം നമുക്കറിയാം. ഈ കൊച്ചി ഇടമൺ പവർ ഗ്രിഡ് ഉണ്ട്. അത് നടപ്പാക്കാനായിട്ട് അന്നത്തെ 2016 ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ കുറച്ച് റിലേറ്റീവ്സ് ആയിട്ടുള്ള വൻകിട റബ്ബർ മുതലാളിമാരുടെ കുറേ റബ്ബർ വെട്ടണം എന്നുള്ളത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. അത് ശ്രീ പിണറായി വിജയൻ നടപ്പാക്കി. അതുകൊണ്ട് ഇവിടെ പവർ കട്ടില്ല. അതും നല്ല കാര്യം. അതുപോലെ തന്നെ ഗെയിൽ പദ്ധതി, പാചകവാതകം പൈപ്പ് ലൈനിലൂടെ ലഭിക്കുന്നത്, അതും 2016 വരെ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അതും ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് നടപ്പാക്കിയത്. അതും LDF ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ദേശീയപാത NH 66, അത് ശ്രീമാൻ ഉമ്മൻചാണ്ടി